സ്വാഗതം. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വേങ്കമല നമ്മളൊരു ഫലവൃക്ഷത്തോട്ടം കണ്ടു. ഫലവൃക്ഷത്തോട്ടം. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എല്ലാം ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഫലവൃക്ഷത്തോട്ടമാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അതെ, നേരെ നമുക്ക് വീഡിയോയിലേക്ക്. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് വെഞ്ഞാറമൂട് നിന്നും വരുന്ന റോഡാണ് കേട്ടോ. ഇത് നേരെ പോകുന്നത് പനവൂരോട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ വരുന്ന വഴിക്ക് വേങ്കമല, വെഞ്ഞാറമൂട് നിന്ന് വരുമ്പോഴത്തേക്ക് വേങ്കമല എന്ന് പറയുന്ന ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് വളവ് ഭാഗത്തായിട്ട് തന്നെ വലത് സൈഡിലായിട്ട് നിങ്ങൾ കാണപ്പെടുന്ന ഒരു നഴ്സറി ഫാമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ വളരെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫലവൃക്ഷങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം. അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നത്. ക്ഷേത്രത്തിൻ്റെ അവിടെ വയ്ക്കുമല്ലേ? അത് തന്നെ ക്ഷേത്രത്തിൻ്റെ അവിടെ എവിടെയാണ് വയ്ക്കുന്നത്? വെളിയിലാണോ അത് അവിടെ ഗ്രൗണ്ടിൽ? അകത്തല്ല, അല്ലാതെ മറ്റേ തെറ്റിയാണോടി? ഫലവൃക്ഷങ്ങളുണ്ട്. നമ്മൾ അതിനുള്ളത് പെരട സെറ്റ് ചെയ്തോണ്ടിരിക്കണേ ഉള്ളൂ. ഈ മാവെല്ലാം നമ്മള് ബഡ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യണം. നിങ്ങൾ ഗാർഡൻ നിങ്ങൾ എത്ര മണിക്കാണ് നിങ്ങൾ ഓപ്പൺ ആവുന്നത്? രാവിലെ ഞാനൊരു 6:30-7 മണിക്കകത്ത് വരും. നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പം മെയിനായിട്ട് ചെയ്യണത് ഈ മാങ്ങേണ്ടി മൊത്തവും കവറിലാക്കി പൊടിപ്പിക്കുന്നു. അത് കുരുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മദർ പ്ലാന്റ് ഉണ്ട്. ചോഫയുണ്ട്, കുളമ്പുണ്ട്, നാംഡോക്കുമായി ഗോൾഡ് ഉണ്ട്, നാംഡോക്കുമായി ഗ്രീൻ ഉണ്ട്, കളപ്പാടിയുണ്ട്, മല്ലികയുണ്ട്, മിയാസാക്കി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റം മാവുകളുണ്ട്. അതിൻ്റെ മദർ പ്ലാന്റ് ഇപ്പോൾ ഉണ്ട്. അത് ഞാൻ തന്നെ ഇതിൽ ബഡ് ചെയ്യും. മാവ് മാത്രമേ ചെയ്യുന്നുള്ളൂ? മാവ് ചെയ്യും. ഇനി ഇതിട്ട് തീർന്ന ഉടനെ ചക്കക്കുരു, അത് കഴിഞ്ഞാൽ റംബുട്ടാൻ്റെ നാടൻ കുരു ഇട്ട് പിടിപ്പിച്ചിട്ട് അതിൽ N80, E35, പിന്നെ സ്കൂൾ ബോയ് എന്നൊക്കെ പറയുന്ന കുറേ റംബുട്ടാൻ ഐറ്റങ്ങളുണ്ട്. അതെല്ലാം ഇതിൽ നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിക്കും. ഈ വർഷം ഇവിടെ ചെയ്യുന്നതാണ്. ഇത് നമുക്ക് വരുന്നതാണ്. ഇതിൽ മോഹിനാർ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്, കാസർഗോഡ് കുള്ളനുണ്ട്, പിന്നെ ഇന്ദ്രമംഗലം. മൂന്ന് ടൈപ്പ് പേര ചെയ്യുന്നുണ്ട്. പേര ഡയമണ്ട് ചെയ്യുന്നുണ്ട്. ഡയമണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നു. അവിടെ നെയ്യാറ്റിൻകര ചെയ്തിട്ട് അതിന്റെ തൈ ഇവിടെ നമ്മളെപ്പോഴെങ്കിലും നമ്മളത് വരാൻ പറ്റുകയാണെങ്കിൽ നമ്മളതനുസരിച്ചൊരു വീഡിയോ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അണ്ണൻ്റെ നമ്പർ ഞാൻ ഇപ്പോൾ വാങ്ങിക്കുന്നതായിരിക്കും. വീഡിയോ നമുക്ക് ചെയ്യാം. ഡയമണ്ട് നല്ല ഇപ്പം ഇറങ്ങണേൽ എനിക്ക് തോന്നുന്നത് ഞാൻ കഴിച്ചതിൽ ഏറ്റവും നല്ല പേര ഡയമണ്ട്. ഡയമണ്ടിന്റെ തന്നെ ഒരു വയലറ്റ് കളറിലുള്ളതും വരുന്നു. അതിപ്പോഴും നമുക്ക് തൈ ആയിട്ടില്ല. മദർ പ്ലാന്റ് റെഡിയായി വരണതേ ഉള്ളൂ. പിന്നെ അർക്കാക്കിരണുണ്ട്, VNR ഉണ്ട്, തായ് പിങ്ക് ഉണ്ട്, വെരിക്കേറ്റഡ് എന്ന് പറഞ്ഞ് ഇലയിൽ വെള്ള പുള്ളിയുള്ള പേര. ഫലവൃക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ ഏകദേശമുള്ള എല്ലാം നിങ്ങളുടെ കയ്യിൽ ഒട്ടുമിക്ക ഫലങ്ങളും നമുക്ക്. ചെടികൾ ഇപ്പൊ ഇത്തിരി കുറച്ച് വെച്ചേക്കാണ്. ചെടിയിൽ വലിയ ബെനിഫിറ്റ് ഇല്ല. കാരണം പിന്നെ റോസൊക്കെ ആണെങ്കിൽ പൂത്ത് നിൽക്കും. ആ പൂവിന്റെ ചണ്ടം കൊണ്ടാണ് ആളുകൾ മഴ പെയ്ത് നാശത്തിലേക്ക്. അത് ഇപ്പൊ നമ്മൾ ഗാർഡനിലേക്ക് കയറുമ്പോഴത്തേക്ക് കാണുന്നതന്നെ പൂക്കളൊക്കെ വളരെ കുറവാണ്. പോളി ഹൗസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിനെ സംരക്ഷിക്കാനും പറ്റും. ഒരു പ്രശ്നമുണ്ട്. ഒരു നാടൻ രീതിയിൽ ഷോപ്പ് നാടൻ രീതിയിലാണല്ലോ. അതാന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ മാവിന്റെയും പ്ലാവിന്റെയും എല്ലാ ഇനവും ഉണ്ട്. ലാവ് AVR ജാക്കുണ്ട്, ഡങ്സൂരിയുണ്ട്, വിയന്ന ഏർലിയുണ്ട്, സിദ്ധു ഉണ്ട്. ഇനി തേൻ നമ്മൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അതിനെ എടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനാണ് ചക്കക്കുരുവിന് ഇടാൻ ഒരു 10,000 ചക്കക്കുരു. തേൻ വരിക അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പർ ചക്ക. ഇതെല്ലാം നമ്മൾ എടുക്കും. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം എത്ര മണി? 6 മണിയല്ല, ഞാൻ നെയ്യാറ്റിൻകരയിൽ ഇവിടെ ഞാൻ 5 മണിക്ക് നെയ്യാറ്റിൻകരയിൽ എത്തിയിരിക്കും. ഇവിടെ എത്തുമ്പോൾ 6:30 മണിയാണ്. 6:30 എന്നുള്ളത് കൂട്ടുണ്ടാവും. 7 മണിയാക്കിയാണ്. 7 മണി തൊട്ട് ഞാൻ വൈകുന്നേരം ഒരു 5 മണി വരെ കാണും. 4:45 ആകുമ്പോൾ അടച്ചിട്ട് പോകും. എന്നാലേ ഞാൻ സന്ധിക്കുമ്പോൾ എല്ലാ ദിവസവും ഉണ്ട്. അവധിയൊന്നുമില്ല. പിന്നെ എന്ത് ഐറ്റംസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പം ഇല്ലാത്ത ഐറ്റംസ് ആണെങ്കിൽ തെങ്ങെല്ലാം ഉണ്ട്. തെങ്ങ് എല്ലാ ഇനം തെങ്ങുകളും. റേറ്റുകളൊക്കെ വളരെ മാന്യമായിട്ടൊക്കെ ചെയ്യാൻ വളരെ കുറച്ച് ഏതൊരു നഴ്സറി ചെന്ന് ചോദിച്ചിട്ട് ഇവിടെ വന്നാൽ ശരി. അപ്പോൾ പിന്നെ ആ പ്രശ്നം വരും. അപ്പോൾ ഉറപ്പായിട്ടും നമ്മളും വരുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ. എന്തിനാണ് വാങ്ങിക്കാതെന്ന് നോക്കുന്നത്? പിന്നെ മുല്ല വാങ്ങിച്ചാൽ
തേൻ കുടിക്കാനായിട്ട് ഉറുമ്പ് വന്നിരിക്കും, അത് നോക്കിയിട്ട് കഴിക്കണം. ശ്രീലങ്ക മാവാണ്, കുളമ്പ് എന്ന് പറയുന്ന കുളമ്പി. ശ്രീലങ്കയ്ക്ക് കുളമ്പെന്ന് ഹാക്കിയുണ്ട്. വേറാപ്പിള് കായോടുകൂടി എവിടെ വേറാപ്പിളാണ് ഓർത്തോണേ കേട്ടാ മീനോട്ടി. നാരകം അതോടെ ഫ്രണ്ട് ഇരിക്കും. ബട്ടൺ ഡ്രസ് നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്നു. കൊള്ളാം. ക്ഷേത്രത്തിൽ വർക്കലയിൽ നിന്ന് വന്നതാണ് അയാൾ. വെഞ്ഞാറമൂട് തൊട്ട് റൂട്ട് സഹിതം പിടിച്ച് ഞാൻ യൂട്യൂബിൽ പറഞ്ഞു. പക്ഷേ ഇത് പിടിച്ചതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ശ്രദ്ധിക്കാൻ വീഡിയോ വന്നപ്പോഴാണ് അറിയുന്നത്. ട്രാവലായി പറ്റോ? നിന്റെ പേരെന്താണെന്ന് അറിയത്തില്ല. എന്താണ് എന്തൊരു എന്തൊരു നമ്മളൊരു എന്തൊരു കാക്കപ്പൂ എന്ന് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും അതിൽ നിന്ന് ഒരു മൂഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വീഡിയോ നമ്മളിവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടനിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ FBയിൽ കാണുന്നവർ ഫോളോയും കൂടെ ചെയ്തിരിക്കണേ. യൂട്യൂബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.